ഇന്ന് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത് ഈ കാണുന്ന ബാത്റൂമിലാണ്. ഈ ബാത്റൂമിന്റെ സൈസ് വരുന്നത് 10x10 സൈസിൽ വരുന്ന ബാത്റൂമാണിത്. ഈ ബാത്റൂമിന്റെ വാള് നമുക്ക് ചെയ്യാനുള്ള ഈ കാണുന്ന 6x4 സൈസിൽ വരുന്ന ടൈലാണ്. ഡോറ് തുറന്ന് ഓപ്പോസിറ്റ് കാണുന്ന ചുമരിലാണ് നമുക്ക് ആദ്യം ടൈൽ ഒട്ടിച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ടൈലാണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ടൈലിൻ്റെ ബാക്കിലും അതുകൂടാതെ ചുമരിലും ഗമ്മ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈല് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചുമരിൽ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ടൈല്. ഇത്രയും വലുപ്പമുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിൽ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വലിയ ബാത്റൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സീലിംഗ് ഹൈറ്റിലൊക്കെ അതേപോലെ തന്നെ ഒട്ടിക്കാനുണ്ട് ഈ ടൈല്. അതുമാത്രമല്ല നമുക്ക് പ്ലെയിൻ ഭാഗത്തൊക്കെ വിരിക്കാൻ 1-2 ആൾക്കാരൊക്കെ മതിയെങ്കിൽ ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ എന്തായാലും 3 ആൾ തന്നെ വേണം ടൈൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ടൈൽ ഒട്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ ലൈനിൽ നമ്മൾ ഒട്ടിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഒട്ടിക്കാനുണ്ട്, കുറച്ച് സമയം എടുക്കും. നമ്മൾ ആദ്യ ലൈൻ ഒട്ടിച്ചതിനെക്കാട്ടിയും കൂടുതൽ സമയം എടുക്കുന്നുണ്ട് മുകളിലെ രണ്ടാമത്തെ ലൈൻ ഒട്ടിക്കാൻ വേണ്ടി. ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തം വർക്ക് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നമ്മൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ മൊത്തം വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഈ ബാത്റൂമിൽ നമ്മൾ 6x4 ടൈൽ, അത് കൂടാതെ ഫ്ലോറിൽ 4x2 സൈസിൽ വരുന്ന മാറ്റ് ടൈലും പിന്നെ ഈ കാണുന്ന ഇറ്റാലിയൻ മാർബിളും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിൾ നമ്മൾ ഈ കാണുന്ന വാഷ് ബേസിൻ്റെ കൗണ്ടറും നിഷിൻ്റെ ബോർഡറൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിച്ചിട്ടുള്ളത്. ബാത്റൂമിലെ വാഷ് ബേസിൻ്റെ അടുത്ത് വരുന്ന നിഷാണ്. ഈ ഒരു നിഷിൻ്റെ ബോർഡറാണ് നമ്മൾ ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കലായിട്ട് വരുന്ന ഡിസൈനാണ്. അത് കൂടാതെ ഷവർ ഏരിയയിൽ ഒരു ഹൊറിസോണ്ടലായിട്ടും ഒരു നിഷ് നമ്മൾ ഈ മാർബിൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ 6x4 സെയിം ടൈൽ തന്നെയാണ് ചെയ്തത്. ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു ബാത്റൂമിൽ ബാക്കിയുള്ള ടൈൽ ഒട്ടിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. 6x4 ടൈൽ തന്നെ നമ്മൾ ഫുള്ള് സീലിംഗ് ഹൈറ്റിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ നമ്മൾ 4x2 വരുന്ന ടൈലും. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികവും ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവർ ഉപയോഗിക്കുന്നത്.